Welcome to Pharmacology Simplified by Martin. So today we are going to discuss about macrolide antibiotics. So നിങ്ങൾക്ക് തന്നെ അറിയാം, ഇത് പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റർ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ഒരു ഡ്രഗാണ് മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക്സ്. സോ ഇതിൽ പ്രോട്ടോടൈപ്പ് ഡ്രഗ് നാച്ചുറൽ ഡെറൈവ് ചെയ്ത സോഴ്സ് അല്ലെങ്കിൽ ഡ്രഗ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എറിത്രോമൈസിൻ. സോ നമുക്ക് ഈ എറിത്രോമൈസിന് കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ അത് ഡിസ്കസ് ചെയ്യാം. ഡ്രോബാക്സിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ സെമി സിന്തറ്റിക് ആയിട്ട് ഡെറൈവ് ചെയ്തെടുത്ത ഡ്രഗ്സ് ആണ് റോക്സിത്രോമൈസിൻ, ക്ലാരിത്രോമൈസിൻ ആൻഡ് അസിത്രോമൈസിൻ. സോ നെക്സ്റ്റ് ഇതിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ ഈസി ആയിട്ടുള്ള മെക്കാനിസം തന്നെയാണ്. മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക്സ് ബാക്ടീരിയൽ റൈബോസോമൽ സബ് യൂണിറ്റിലെ 50S റൈബോസോമൽ സബ് യൂണിറ്റ് ആയിട്ട് ബൈൻഡ് ചെയ്യും. സോ ദർബൈ ബാക്ടീരിയൽ പ്രോട്ടീൻ സിന്തസിസ് ഇൻഹിബിറ്റ് ചെയ്യും. സോ നെക്സ്റ്റ് ഇതിൻ്റെ ഒന്ന് രണ്ട് ഫാർമോക്കോ കൈനറ്റിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഫസ്റ്റ് പോയിന്റ്, ഈ മാക്രോലൈഡ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എസ്പെഷ്യലി എറിത്രോമൈസിൻ എന്ന് പറയുന്നത് ആസിഡ് ലബയിലാണ്. ദാറ്റ് മീൻസ് ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ പ്രസൻസിൽ അത് ഡിസ്ട്രോയ് ചെയ്തു പോകും. സോ നമ്മളിതൊരു എൻഡറിക് കോട്ടഡ് ടാബ്ലറ്റ്സ് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ഡ്രഗ് കൊടുക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പോയിന്റ്, ഫുഡ് ഡിലേസ് ഇറ്റ്സ് അബ്സോർപ്ഷൻ. സോ ഫുഡിൻ്റെ പ്രസൻസിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ റെഡ്യൂസ് ചെയ്യും. അതുകൊണ്ട് പ്രിഫറബിളി നമ്മൾ ബിഫോർ ഫുഡായിരിക്കും ഈ ഒരു ഡ്രഗ് നമ്മൾ സജസ്റ്റ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ഇതിൻ്റെ അഡ്വേഴ്സ് എഫക്ട്സ്. ഫസ്റ്റ് വൺ, GI ടോക്സിസിറ്റി, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ടോക്സിസിറ്റി. കോമൺലി നമ്മൾ പറയുന്ന നോസിയ, വോമിറ്റിംഗ്, ഡയറിയ അല്ലെങ്കിൽ അബ്ഡോമിനൽ ഡിസ്കംഫർട്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്ന ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ്. അതിൽ തന്നെ സ്കിൻ റാഷസ്, ഇസ്നോഫീലിയ ആൻഡ് ഹെപ്പറ്റൈറ്റിസ്. പിന്നീട് വരുന്ന ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ്. ഈ ഒരു ഡ്രഗ് ഈ പറഞ്ഞ പോലെ ഒരു എൻസൈം ഇൻഹിബിറ്ററാണ്, മൈക്രോസോമൽ എൻസൈം ഇൻഹിബിറ്ററാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡ്രഗ്സ് ലൈക്ക് തിയോഫൈലിൻ, വാർഫാരിൻ, ഡിജോക്സിൻ, ഈ ഡ്രഗ്സ് എല്ലാം നമ്മൾ മാക്രോലൈഡ് അല്ലെങ്കിൽ എറിത്രോമൈസിൻ്റെ ഒപ്പം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കൺകോമിറ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന തിയോഫൈലിൻ്റെയും അല്ലെങ്കിൽ വാർഫാറിൻ്റെ, ഡിജോക്സിൻ്റെയൊക്കെ ബ്ലഡിലെ ലെവൽ കൂടിയിട്ട് അതിൻ്റെ ടോക്സിസിറ്റി ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും പ്രിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇങ്ങനെയുള്ള ഡ്രഗ്സ് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് അത് നോട്ട് ചെയ്യണം, അത് ഇൻഫോം ചെയ്യുകയും വേണം. സോ ഓർത്ത് വെക്കുക, ഇറ്റ്സ് എ മൈക്രോസോമൽ എൻസൈം ഇൻഹിബിറ്റർ. നെക്സ്റ്റ് ഇതിൻ്റെ ഡ്രോബാക്സ് ആണ്. ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്തു, കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. ഫസ്റ്റ് വൺ, നാരോ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റി ആണ്. നെക്സ്റ്റ് വൺ, ഓറൽ ബയോ അവൈലബിലിറ്റി ഈസ് ലോ. നെക്സ്റ്റ് വൺ, ഷോർട്ട് ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. ഇപ്പോൾ നിങ്ങളിപ്പോൾ അസിത്രോമൈസിനൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, നമ്മൾ വൺസ് ഡെയിലിയാണ്. ദാറ്റ് മീൻസ് അതിൻ്റെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ കൂടുതലാണ്. സോ ഇവിടെ എറിത്രോമൈസിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടോടൈപ്പ് ഡ്രഗിന് ഷോർട്ട് ഡ്യൂറേഷൻ, അപ്പോൾ നമുക്കൊരു 2 or 3 times ഒക്കെ നമ്മൾ ഈ ഒരു ഡ്രഗ് നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ പുവർ പേഷ്യൻറ്റ് കോംപ്ലയിൻസ്. സോ ദാറ്റ് മീൻസ് ഈ എന്താ പറയുക, നമ്മൾ പറഞ്ഞു GI അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസ്കംഫർട്ട് ഉള്ളതുകൊണ്ട് പേഷ്യൻസിന് ഇതെടുക്കാൻ അത്ര ഒരു എന്താ പറയുക ഒരു കംഫർട്ട് അല്ലെങ്കിൽ അവരത്ര വില്ലിങ്നെസ് കാണിക്കത്തില്ല. സോ അതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് യൂസസ്. ഫസ്റ്റ് വൺ ന്യൂമോണിയ, സെക്കൻഡ് വൺ ഡിഫ്തീരിയ, തേർഡ് വൺ വൂഫിംഗ് കഫ് ആൻഡ് കാൻക്രോഡ്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ നമ്മൾ ഈ ഡ്രോബാക്സിന് ഓവർകം ചെയ്തിട്ട് സെമി സിന്തറ്റിക് ഡെറിവേറ്റീവ്സ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ താങ്ക് യു.